Dear students, we are continuing the lesson, the Serang of Ranaganji. So as I have said in the first video, this lesson can be considered as one of the most important lessons in your English text. സോ നമ്മുടെ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ഒത്തിരിയേറെ ഒരു പ്രാധാന്യമുള്ള ഒരു ലെസണാണ്. അപ്പം ഫോക്കസ് ഏരിയയിൽ പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു ലെസണാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോയാണ് ഈ ലെസണിൻ്റെ. അപ്പോൾ ബാക്കി ഇതിനകത്ത് ഇമെയിൽ വരാൻ സാധ്യതയുണ്ട്, പിന്നെ എന്താണ് അപ്രീസിയേഷൻ അല്ല, സ്പീച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ലെസൺ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾക്ക് ഇന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഡോക്ടർ AJ ക്രോണിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അതിന് മുമ്പ് വൊക്കാബുലറി ഉണ്ട്. നോക്കിയാൽ സ്റ്റേൺ, ലാസ്കാർ, പാനിക്, സെൽഫ്ലെസ്, സാക്രിഫൈസിങ് സ്പിരിറ്റ്, വിജിലൻറ്റ്. അപ്പോൾ ഈ വേർഡ്സൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് AJ ക്രോണിൻ്റെ ആണെങ്കിലും നമ്മുടെ ഹസൻ്റെ ആണെങ്കിലും ക്യാരക്ടർ സ്കെച്ച് വരുമ്പോൾ ഈ വേർഡ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ അബൌട്ട് ദ നറേറ്റർ ഇൻ ദ സ്റ്റോറി ദ സെറാങ് ഓഫ് റാണാഗഞ്ചി. എന്ത് വലിയ ക്വസ്റ്റ്യൻ! ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും അല്ലേ? ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചൊന്നും പോകണ്ട, അതിനാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതെന്ത് സംഭവം നമ്മളിങ്ങനെ ഓർത്ത് ഒന്ന് പേടിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കിയേ, യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ, ഐ ഹാഡ് നോട്ട് ലേൺഡ് ടു കൺട്രോൾ മൈ ഫീലിങ്സ്. Indeed, as I viewed my own outlook towards the future, my passionate desire for success and wealth, I was conscious of a secret shame. Silence, a vision of the Serang's nobility rising before me. ഈ മൂന്ന് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി എന്താണ് ക്വസ്റ്റ്യൻ്റെ ബാക്കി എന്താണെന്ന് നോക്കിയേ. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നറേറ്റർ. ആരാണ് ഇവിടെ നറേറ്റ് ചെയ്യുന്നത്? ഹസനാണോ? നോ, ഇറ്റ്സ് നോട്ട് ഹസൻ, ഇറ്റ് ഈസ് ഡോക്ടർ AJ ക്രോണിൻ. അപ്പോൾ AJ ക്രോണിൻ്റെ ക്യാരക്ടറാണ് ക്യാരക്ടർ സ്കെച്ചാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഇൻ എ പാരഗ്രാഫ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോ. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം യു ഷുഡ് റൈറ്റ് ദ ആൻസർ ബേസ്ഡ് ഓൺ ദീസ് അസംഷൻസ്, ബേസ്ഡ് ഓൺ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ദ ഇംപ്രഷൻസ് യു ഹാവ് ഫോംഡ് റീഡിങ് ദ സ്റ്റോറി. അപ്പം ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി, വാട്ട് ഇംപ്രഷൻ യു ഫെൽറ്റ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് AJ ക്രോണിൻ. ഇപ്പം AJ ക്രോണിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് പറയുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. The narrator is the physician on the ship named Ranaganji sailing to Calcutta with nearly 1,500 passengers. അത് നിങ്ങൾക്കറിയാലോ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. After a few days of travel, Hassan, the Serang of the ship, brought to him 2 Lascar deckhands who had smallpox. ലാസ്കാർ ഡെക്ക് ഹാൻഡ്സ് ഒക്കെ നമുക്ക് ഓഫീസേഴ്സാണ്. അപ്പം എന്താണ് അവർക്ക് സ്മോൾ പോക്സ് പിടിപെട്ടതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഓഫ് ട്രാവൽ, ഹസൻ ദ സെറാങ് ഓഫ് ദ ഷിപ്പ് ബ്രോട്ട് ടു ഹിം 2 Lascar deckhands who had smallpox. The narrator informed Captain Humble about the sick people. ഇപ്പം നറേറ്റർ ആരാണ്? നമ്മുടെ AJ ക്രോണിൻ ക്യാപ്റ്റനോട് ഇൻഫോം ചെയ്തു. ഈ സിക്ക് പീപ്പിളിനെ കുറിച്ച് ക്യാപ്റ്റൻ ഹംബിളിനോട് ഇൻഫോം ചെയ്തു. സ്മോൾ പോക്സ് ഈസ് ഹൈലി കണ്ടേജിയസ് ആൻഡ് ദർ വാസ് എ നീഡ് ടു കീപ് ദ ന്യൂസ് എ സീക്രട്ട് ആസ് ദ പാസഞ്ചേഴ്സ് വുഡ് പാനിക് ഇഫ് ദ ഹേർഡ് അബൌട്ട് ഇറ്റ്. അപ്പം സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു വലിയ കണ്ടേജിയസ് ഡിസീസാണ്, നമ്മുടെ ഒരു ഭയങ്കര പകർച്ചവ്യാധിയാണ്. ആൻഡ് ദർ വാസ് എ നീഡ് ടു കീപ് ദ ന്യൂസ് എ സീക്രട്ട്. ആ വാർത്ത ഒരു സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യണം. ദർ വാസ് എ നീഡ് ടു കീപ് ദ ന്യൂസ് എ സീക്രട്ട്. കാരണം എന്താണ്? ആസ് ദ പാസഞ്ചേഴ്സ് വുഡ് പാനിക്. പാസഞ്ചേഴ്സ് പാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര വിഷമം, സങ്കടം, പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും. പാസഞ്ചേഴ്സ് വുഡ് പാനിക് ഇഫ് ദേ ഹേർഡ് അബൌട്ട്. അപ്പോൾ അവർ ഈ സ്മോൾ പോക്സിനെ കുറിച്ച് കേട്ടാൽ ഈ പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ വലിയ
പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും, അവർക്ക് ഭയങ്കര പേടി വരും. അപ്പോൾ അതുകൊണ്ട് ദർ വാസ് എ നീഡ് ടു കീപ് ദ ന്യൂസ് എ സീക്രട്ട്. അപ്പോൾ ഈ വാർത്ത ഏത് വാർത്തയാണ്? സ്മോൾ പോക്സ് ഉണ്ട്, 2 പേർക്ക് സ്മോൾ പോക്സ് പിടിപെട്ടു എന്നുള്ള വാർത്ത ഒരു സീക്രട്ടായിട്ട് വെക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ. ഹസൻ വോളണ്ടിയർഡ് ടു നേഴ്സ് ദ സിക്ക് പീപ്പിൾ. അപ്പോൾ ആരാണ് അവിടെ നേഴ്സായത്? ഹസൻ വോളണ്ടിയർഡ് ടു നേഴ്സ് ദ സിക്ക് പീപ്പിൾ. സിക്ക് പീപ്പിളിനെ ശുശ്രൂഷിക്കാനായിട്ട് ഹസൻ തന്നെ മുൻകൈ എടുത്തു. ഹി മെയ്ഡ് എ ഷെൽറ്റർ ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്. സ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേൺ ഇവയൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, കപ്പലിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു ഏരിയയാണ് അല്ലേ. ഹി മെയ്ഡ് എ ഷെൽറ്റർ ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ് ഇൻ ടു വിച്ച് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് വെയർ റിമൂവ്ഡ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടെയ്ൻമെൻറ്റ് സോണും അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്ൻമെൻറ്റ് സോണ്, ക്വാറൻറ്റൈൻ, അതുപോലെയൊക്കെയുള്ള ആ ഫ്രേസസ് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു അത് അല്ലേ. ഹി മെയ്ഡ് എ ഷെൽറ്റർ ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ് ഇൻ ടു വിച്ച് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് വെയർ റിമൂവ്ഡ്. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്മോൾ പോക്സ് വന്ന ആൾക്കാരെ പാർപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം കപ്പലിൻ്റെ സ്റ്റേണിൽ ഇദ്ദേഹം ഉണ്ടാക്കി. ഹി മെയ്ഡ് എ ഷെൽറ്റർ ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ് ഇൻ ടു വിച്ച് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് വെയർ റിമൂവ്ഡ്. ലേറ്റർ there were more people and the number of sick went up. എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ there were more people, കുറേ അധികം ആളുകൾക്ക് സ്മോൾ പോക്സ് പിടിപെട്ടു. ആൻഡ് ദ നമ്പർ ഓഫ് ദ സിക്ക് വെൻറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, രോഗികളുടെ എണ്ണം കൂടി വന്നു. ഓക്കെ. വെൻ 2 sick men who were Hindus died, Hassan sewed their shrouds and read aloud a short passage from the Ramayana, although he himself was a devout Muslim. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് ഇത് ഹസൻ്റെ ക്യാരക്ടറാണോ പറയുന്നതെന്ന്. പക്ഷേ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഹസൻ്റെ കാര്യം ഒന്നും എഴുതണ്ട, ഡോക്ടറുടെ കാര്യം മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഡോക്ടറുടെ കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹസൻ്റെ കാര്യം കൂടി ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുക. ഓക്കെ. അപ്പോൾ 2 പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ when 2 sick men who were Hindus died, Hassan sewed their shrouds and read aloud a short passage from the Ramayana, although he himself was a devout Muslim. ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ എന്താണ് റിച്വൽസ് ഒക്കെ ചെയ്തത്, രാമായണത്തിൽ നിന്നുള്ള പാസേജസ് വേഴ്സസ് ഒക്കെ റിസൈറ്റ് ചെയ്തത് നമ്മുടെ ഹസനാണ്, ഈവൻ ദോ ഹി വാസ് എ മുസ്ലിം. It showed his religious tolerance. Their bodies were cast overboard. അപ്പോൾ എന്താണ് ബോഡീസൊക്കെ എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. It showed his religious tolerance. Their bodies were cast overboard. ഇനി നോക്കിയേ, the narrator Cronin was young and inexperienced in his passion and he had not learned to control his feelings. അപ്പം നമ്മുടെ നറേറ്റർ ക്രോണിൻ വാസ് വാച്ചിങ് ഓൾ ദീസ് വാട്ട് ഹസൻ വാസ് ഡൂയിങ്. How careful was Hassan in handling the poor patients. Okay, so the narrator Cronin was young and inexperienced in his profession. എന്താണ്, യങ് ആണ്, അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അല്ലേ. ഡോക്ടറാണ്, പക്ഷേ ആ പ്രൊഫഷനിൽ അദ്ദേഹം ഈസ് നോട്ട് മച്ച് എക്സ്പീരിയൻസ്ഡ്. ആൻഡ് ഹി ഹാഡ് നോട്ട് ലേൺഡ് ടു കൺട്രോൾ ഹിസ് ഫീലിങ്സ്. അപ്പോൾ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ സങ്കടം. ഓക്കെ. ഹി ഹാഡ് എ പാഷനേറ്റ് ഡിസയർ ഫോർ സക്സസ് ആൻഡ് വെൽത്ത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഹി ഹാഡ് എ പാഷനേറ്റ് ഡിസയർ ഫോർ സക്സസ് ആൻഡ് വെൽത്ത്. എവിടെയും ഉയരങ്ങൾ കീഴടക്കുക, വിജയങ്ങൾ കീഴടക്കുക, വെൽത്ത് അമാസ് ചെയ്യുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡിസയർ. ഇൻഫാക്ട് he was conscious of a secret shame that he is just a physician on a ship and nothing better than that. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇദ്ദേഹം മറന്നു പോകും എന്താണ്, ഇൻഫാക്ട് ഹി വാസ് കോൺഷ്യസ് ഓഫ് എ സീക്രട്ട് ഷെയിം ദാറ്റ് ഹി ഈസ് ജസ്റ്റ് എ ഫിസിഷ്യൻ ഓൺ എ ഷിപ്പ് ആൻഡ് നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ്. ഇപ്പോൾ ഒരു ഷിപ്പിലെ ഒരു ഫിസിഷ്യൻ മാത്രമാണ് അദ്ദേഹം എന്നുള്ളത് ഇദ്ദേഹം ചിലപ്പോൾ ഒരു സീക്രട്ട് ഷെയിമായിട്ട് കൊണ്ടുനടന്നു എന്നാണ് പറയുക. ബട്ട് ഹിയർ ഹി സോ ദ സർജൻസ് സെൽഫ്ലെസ്നെസ്, courage and sacrificing spirit, and this was a great lesson to the author. അപ്പം ഇദ്ദേഹത്തിന് ഈവൻ ദോ ക്രോണിൻ വാസ് anxious about to amass success and wealth, he kept a secret shame on himself that he is just a physician on a ship,
But meanwhile, he was watching all the activities doing by Hassan, and he saw the surgeon's selflessness. ഇപ്പോൾ അദ്ദേഹം സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്വാർത്ഥപരമായ സെൽഫ്ലെസ്നെസ്, പിന്നെ കറേജ് ആൻഡ് സാക്രിഫൈസിങ് സ്പിരിറ്റ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്ന, ധൈര്യം കൊടുക്കുന്ന ആ ആളോടുള്ള ബഹുമാനം, ആ സ്പിരിറ്റ് ആൻഡ് ദിസ് വാസ് എ ഗ്രേറ്റ് ലെസൺ ടു ദ ഓതർ. അപ്പോൾ ഈ സ്വഭാവം, ദിസ് നേച്ചർ ഓർ ദിസ് ഹാബിറ്റ് ഓഫ് ദിസ് സെറാങ് was a great lesson to the author. He learned that greatness can come without wealth and possession, and that was a new vision to him. അപ്പോൾ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്നാണ്, അത് വി കനോട്ട് കമ്പയർ ഗ്രേറ്റ്നെസ് വിത്ത് മണി, അല്ലേ, ഓർ ഗ്രേറ്റ്നെസ് വിത്ത് ഫെയിം. അപ്പോൾ ഗ്രേറ്റ്നെസ്സിനെ ഫെയിമായിട്ടോ മണിയായിട്ടോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹി ലേൺ, വാട്ട് ലെസൺ ഡിഡ് ഹി ലേൺ, എന്ത് ലെസണാണ് അദ്ദേഹം പഠിച്ചത്? ഹി ക്യാൻ കം വിതൗട്ട് വെൽത്ത്, ഗ്രേറ്റ്നെസ് ക്യാൻ come without wealth and possession, and that was the new vision. അപ്പോൾ ഈ സെറാങ്കിൻ്റെ, നമ്മുടെ ഹസൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് the poor creatures or his fellow beings, that opened the eyes of our narrator A.J. Cronin. So this was a great vision to him. It was a great vision. Okay, and he at last what happened, we heard about it. Okay, now we will be continuing the lesson by the next upload of the video. Okay, so please subscribe and share your comments and like the video also. So wait for the next video of the same lesson. Okay, bye. So all the best.